ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് മത്സരങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഹെലൻ ഹാഡ്സലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. 5000-ലധികം മത്സരങ്ങളിൽ വിജയം കൈവരിച്ച ഹെലൻ ഹാഡ്സൽ മനസ്സിന്റെ ശക്തി എന്ന ആശയത്തിന്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഹെലൻ ഹാഡ്സൽ വിശ്വസിച്ചിരുന്നത് നമ്മുടെ മനസ്സിന് അപാരമായ ശക്തിയുണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമെന്നാണ്. ഈ വിശ്വാസം വെറും വാക്കുകളല്ല, മറിച്ച് അവരുടെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കിയ തത്വങ്ങളാണ്. ഹെലൻ ഹാഡ്സലിന്റെ വിജയത്തിന്റെ രഹസ്യം അവൾ തന്റെ മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ പ്രോഗ്രാം ചെയ്തു എന്നതിലാണ്. അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ശക്തമായി കാണുകയും വിശ്വസിക്കുകയും ചെയ്തു. ഈ വിശ്വാസം അവരെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് നയിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വിജയം മാത്രമേ അവർ മനസ്സിൽ കണ്ടിരുന്നുള്ളൂ. ഹെലൻ ഹാഡ്സലിന്റെ 5000 വിജയഗാഥയിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. ആദ്യം നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയണം. പോസിറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും വിജയത്തിലേക്ക് നയിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ നമ്മെ പിന്നോട്ട് വലിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ വ്യക്തമായി നിർവചിക്കണമെന്ന് ഹെലൻ ഹാഡ്സൽ പറയുന്നു. നമ്മൾ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി കാണുകയും അവ നേടിയെടുക്കുന്നതിനെ കുറിച്ച് സദാസമയം ചിന്തിക്കുകയും വേണം. മൂന്നാമതായി, നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തിരിച്ചറിയണം. ആത്മവിശ്വാസം വിജയത്തിന്റെ താക്കോലാണ്. നാലാമതായി, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് നാം നേടണം. ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാകും, പക്ഷെ അവയെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. ഹെലൻ ഹാഡ്സലിന്റെ ജീവിതം നമുക്കൊരു പ്രചോദനമാണ്. ഇനി നമുക്ക് ഹെലൻ ഹാഡ്സലിന്റെ ടെക്നിക്കുകളെ കുറിച്ച് സംസാരിക്കാം. അതാണ് SPECS സ്പെക് ടെക്നിക്. ഹെലൻ ഹാഡ്സലിന്റെ വിജയ രഹസ്യം 4 വാക്കുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, സെലക്ട്. S മീൻസ് സെലക്ട്, തിരഞ്ഞെടുക്കുക. അടുത്തത് P മീൻസ് പ്രൊജക്ട് ചെയ്യുക അല്ലെങ്കിൽ ഭാവനയിൽ കാണുക. അടുത്തത് E എക്സ്പെക്ട്, പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക. അടുത്തതാണ് C കളക്ട്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷെ ഇതിൽ ഓരോന്നിലും അവർ പുലർത്തിയിരുന്ന കൃത്യതയും വിശ്വാസവുമാണ് അവരെ വിജയാക്കിയത്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. പാകം. ആദ്യത്തെ പടി സെലക്ട് ചെയ്യുക എന്നതാണ്, അതായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. ഹെലൻ പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും അവർക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. എനിക്ക് കുറെ പണം വേണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. പ്രപഞ്ചത്തിന് കുറെ എന്ന വാക്കില്ല. ഹെലൻ ഒരു മത്സരം കണ്ടാൽ അവർക്ക് ആ സമ്മാനം യഥാർത്ഥത്തിൽ വേണോ എന്ന് ആദ്യം തീരുമാനിക്കും. ഉദാഹരണത്തിന്, അവർക്ക് ഒരു കാർ വേണമെങ്കിൽ അവർ വെറുതെ ഒരു കാർ എന്ന് പറയില്ല. ഏത് കമ്പനിയുടെ കാർ, ഏത് നിറം, ഏത് മോഡൽ, ഇതെല്ലാം അവർ കൃത്യമായി തീരുമാനിക്കും. ഒരിക്കൽ കൊക്കോകോള കമ്പനി ഒരു മത്സരം നടത്തി. അതിൽ സമ്മാനമായി നൽകിയിരുന്നത് ഔട്ട് ബോർഡുകൾ, മോട്ടോറുകൾ വള്ളത്തിൽ ഘടിപ്പിക്കുന്ന ഒരു യന്ത്രമായിരുന്നു. ഹെലന് അതുകൊണ്ട് യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവരുടെ ഭർത്താവിന് മീൻപിടുത്തം ഇഷ്ടമായതുകൊണ്ട് ഒരു ബോട്ട് ആവശ്യമായിരുന്നു. അങ്ങനെ ഹെലൻ ആ മത്സരത്തിൽ പങ്കെടുത്തു. എന്റെ ഭർത്താവിന് വേണ്ടി ആ മോട്ടോർ ഞാൻ നേടുമെന്നവർ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, ഇതാണ് പാഠം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കണം. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നതിന് പകരം എനിക്ക് മാസം 1,00,000 രൂപ വരുമാനം വേണം എന്ന് എഴുതി വയ്ക്കുക. വ്യക്തതയാണ് ശക്തി. ക്ലാരിറ്റി ഈസ് പവർ. രണ്ടാമത്തെ ഭാഗം പ്രൊജക്റ്റ് ചെയ്യുക എന്നതാണ്. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ഹൃദയം. നിങ്ങൾ തിരഞ്ഞെടുത്ത കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിന്റെ സ്ക്രീനിൽ കാണുക. ഹെലൻ ഹാഡ്സൽ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ മത്സരാർത്ഥിയായിട്ടല്ല, വിജയിയായിട്ട് വേണം നിങ്ങളെ കാണാൻ. അവർ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഫോം പൂരിപ്പിച്ച് അയക്കുന്നത് വെറും ഒരു അപേക്ഷയായിട്ടല്ല, മറിച്ച് സമ്മാനം വാങ്ങാൻ പോകുന്നതിന്റെ ആദ്യപടിയായിട്ടാണ്. അവർ കണ്ണുകൾ അടച്ച് സങ്കല്പിക്കും ആ സമ്മാനം വീട്ടിലിരിക്കുന്നത്. അതിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഏറ്റവും പ്രശസ്തമായ ഒരു ഉദാഹരണം പറയാം. 1964-65 ന്യൂയോർക്ക് വേൾഡ് ഫെയറിൽ ഒരു ആഡംബര വീട് സമ്മാനമായി വെച്ചിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത്. പക്ഷേ ഹെലൻ ആ വീട് കണ്ടപ്പോൾ പറഞ്ഞു, ഇതെന്റെ വീടാണ്. അവർ വെറുതെ ആഗ്രഹിക്കുകയല്ല ചെയ്ത്. അവർ ആ വീടിനുള്ളിൽ നടക്കുന്നതായിട്ടും ജനലിലൂടെ പുറത്തു നോക്കുന്നതായിട്ടും അടുക്കളയിൽ പാചകം ചെയ്യുന്നതായിട്ടും എല്ലാ ദിവസവും സങ്കല്പിച്ചു. ആ വികാരം, ആ ഒരു ഇമോഷനാണ് പ്രധാനം. നിങ്ങൾക്കും ഇത് ചെയ്യാം. പണമാണ് വേണ്ടതെങ്കിൽ ആ പണം ബാങ്കിൽ വന്നതായി ഇപ്പോൾ കാണുക. ആ മെസ്സേജ് ഫോണിൽ കാണുന്നത് സങ്കല്പിക്കുക. ആ സന്തോഷം ഇപ്പോൾ അനുഭവിക്കുക. മൂന്നാമത്തെ പടി എക്സ്പെക്ട് ചെയ്യുക, അതായത് പ്രതീക്ഷിക്കുക എന്നതാണ്.
ഇവിടെയാണ് നമ്മളിൽ പലരും പരാജയപ്പെടുന്നത്. നമ്മൾ ആഗ്രഹിക്കും, ഭാവനയിൽ കാണും, പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു സംശയമായിരിക്കും. ഇത് നടക്കുമോ? എനിക്ക് ഇതിനുള്ള യോഗമുണ്ടോ? ഹെലൻ ഹാഡ്സലിന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. ആ വീടിന്റെ കഥ തന്നെ എടുക്കാം. മത്സരഫലം വരുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ ഹെലൻ എന്ത് ചെയ്തിരുന്നു? ആ പുതിയ വീടിന് വേണ്ടിയുള്ള ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. പഴയ വീട് വിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എല്ലാവരും ചോദിച്ചു, ഹെലൻ, ഫലം വന്നിട്ടില്ലല്ലോ, നീ എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത്? ഹെലൻ പറഞ്ഞു, ആ വീട് എന്റേതാണ്, അതെനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്. പിന്നെന്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്? അവർ ആ മത്സരത്തിൽ വിജയിച്ചു. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ആ വീട് അവർക്ക് തന്നെ ലഭിച്ചു. അതാണ് എക്സ്പെക്ടേഷൻ. പ്രപഞ്ചം അത് നിങ്ങൾക്ക് തരുമെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അത് തരുന്നതിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക. ഹെലൻ പറയുമായിരുന്നു, ദർ ഇസ് നോ ഫെയിലിയർ, ഒള്ളി എ ഡിലേ ഇൻ റിസൾട്ട്. പരാജയം എന്നൊന്നില്ല, ഫലം കിട്ടാൻ വൈകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം അത് വരുന്ന വഴിയിലാണെന്നാണ്. വിശ്വാസം കൈവിടരുത്. അവസാന പടി കളക്ട് ചെയ്യുക എന്നതാണ്, സ്വീകരിക്കുക. ഇതിനർത്ഥം പ്രവർത്തിക്കുക എന്നാണ്. വെറുതെ വീട്ടിലിരുന്നാൽ പോരാ. ഹെലൻ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഫോം അയക്കുമായിരുന്നു. അതുപോലെ നിങ്ങളും അവസരങ്ങൾക്കായി കണ്ണു തുറന്നിരിക്കണം. പ്രപഞ്ചം നിങ്ങൾക്ക് പല വഴികളിലൂടെ ആഗ്രഹം സാധിച്ചു തരും. ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് ആശയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോട്ടറി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സഹായ വാഗ്ദാനവുമായി വരുന്നതായിരിക്കാം. ആ അവസരം കളക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഹെലൻ ഹാഡ്സൽ തന്റെ സമ്മാനം വാങ്ങാൻ പോകുമ്പോൾ അണിയാനുള്ള വസ്ത്രം വരെ മുൻകൂട്ടി തീരുമാനിക്കുമായിരുന്നു. അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ അവർ എപ്പോഴും നിലനിർത്തുമായിരുന്നു. നന്ദിയുള്ളവരായിരിക്കുക. കിട്ടുന്നതിന് മുൻപേ നന്ദി പറയുക. ഈ വീട് എനിക്ക് നന്ദിന് നന്ദി എന്ന് അവർ പറയുമായിരുന്നു. സുഹൃത്തുക്കളെ, ഹെലൻ ഹാഡ്സലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ്: നിങ്ങളാണ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. 5000 തവണ ഒരാൾക്ക് വിജയിക്കാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം ഈ പ്രപഞ്ച നിയമം എല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കുമെന്നാണ്. ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായി എഴുതി വയ്ക്കുക. അതിനുശേഷം അതിനെ പ്രൊജക്റ്റ് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം ദിവസവും രാവിലെ രാത്രി അനുഭവിക്കുക. അടുത്തതാണ് എക്സ്പെക്ട്. സംശയങ്ങളെ എടുത്തു മാറ്റുക, നടന്നിരിക്കുമെന്ന് വിശ്വസിക്കുക. അടുത്ത് കളക്ട് ചെയ്യുക. അവസരങ്ങൾ വരുമ്പോൾ മടിച്ചു നിൽക്കാതെ സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിന് അതിരുകളില്ല. ഹെലൻ ഹാഡ്സലിനെ പോലെ നിങ്ങളും ഒരു വിജയിയാണ്. ഈ സ്പെക് ടെക്നിക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.